ഹായ് ഓൾ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്കോളജിയിലെ പോപ്പുലേഷൻ ഇക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അതിലെ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റിയെ കുറിച്ച് പറഞ്ഞു, നേറ്റാലിറ്റി ബർത്ത് റേറ്റ്, പിന്നെ മോർട്ടാലിറ്റി ഡെത്ത് റേറ്റ്, ഏജ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ പോപ്പുലേഷൻ ഗ്രോത്ത്, പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ ബയോട്ടിക് പൊട്ടൻഷ്യൽ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് മൂന്നാല് അതിൻ്റെ പോയിൻറ്റ്സ് കൂടെ പറയാനുണ്ട്. അതിൻ്റെ ക്യാരക്ടേഴ്സ്, പോപ്പുലേഷൻ്റെ ക്യാരക്ടേഴ്സ് 12ഓളം ക്യാരക്ടേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 9ാമത്തെ ക്യാരക്ടർ ഡിസ്പേഴ്സലിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എന്താണ് ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞാൽ? It is a phenomenon where the individuals of a population move into or out of the population. അപ്പോൾ ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആണ്, മൂവ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. ആ പോപ്പുലേഷനകത്തുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ഇൻ ഓർ ഔട്ട് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ചിലപ്പോൾ പോപ്പുലേഷനകത്തോട്ട് ആൾക്കാർ വരാം, മറ്റൊരു സ്ഥലത്തുനിന്ന് വരാം, അല്ലെങ്കിൽ പോപ്പുലേഷനകത്തു നിന്നുള്ളവർ പുറത്തോട്ട് പോകാം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ അകത്തോട്ട് വരുവാണെങ്കിൽ പോപ്പുലേഷൻ സൈസ് ഇൻക്രീസ് ചെയ്യും, പുറത്തോട്ട് ആ പോപ്പുലേഷനിൽ നിന്ന് പുറത്തോട്ട് ഇൻഡിവിജ്വൽസ് പോവുകയാണെങ്കിൽ ആ പോപ്പുലേഷൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും. But dispersal is a phenomenon where the individuals of a population move into or out of the population. There are 3 kinds of population dispersal. അപ്പോൾ population dispersal അല്ലെ dispersal എന്ന് പറഞ്ഞാൽ it is a phenomenon when the individuals of a population move into or out of the population. എല്ലാവരോടും എന്നല്ല, ആ പോപ്പുലേഷനകത്തുള്ള ആൾക്കാർ കുറച്ച് പേരൊക്കെ എവിടോട്ടേലും പോകുന്നു, അല്ലെങ്കിൽ കുറച്ച് പേര് ഈ പോപ്പുലേഷനകത്തേക്ക് കൂടുതൽ ഇൻഡിവിജ്വൽസ് വരുന്നു. അങ്ങനെയുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. There are 3 kinds of population dispersal. അങ്ങനെയുള്ള 3 തരത്തിലുള്ള പോപ്പുലേഷൻ്റെ ഡിസ്പേഴ്സൽ കാണാം. They are migration, emigration and immigration. മൈഗ്രേഷൻ ഉണ്ട്, എമിഗ്രേഷൻ ഉണ്ട്, ഇമിഗ്രേഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് മൈഗ്രേഷൻ. It is the periodic movement of animals from one place to another and back for breeding, feeding and shelter. എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പീരിയോഡിക് മൂവ്മെൻറ്റ്, സീസണൽ മൂവ്മെൻ്റ് ആണ് ഈ മൈഗ്രേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മൈഗ്രേറ്ററി ബേർഡ്സിനെ പഠിച്ചിട്ടുണ്ട്, ആനിമൽസിനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്താണ്? പോപ്പുലേഷനകത്തേക്ക് കുറച്ച് സമയത്തേക്ക്, കാരണം അവരുടെ ഹാബിറ്റാറ്റിൻ്റെ കാലാവസ്ഥ അവർക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള സീസൺസ് വരുമ്പോൾ അവരെന്ത് കൊടുക്കും? നമ്മുടെ ഇവിടത്തേക്ക്, നമ്മുടെ ഏതെങ്കിലും അവർക്ക് പറ്റുന്ന ഒരു കാലാവസ്ഥ, ക്ലൈമാറ്റിക് കണ്ടീഷൻസിലേക്ക് അവർ വരും. അങ്ങനെ അവിടോട്ട് വരുന്ന ആ ഒരു പീരിയോഡിക് മൂവ്മെൻറ്റ്, അതിനെയാണ് ആ ഒരു സമയം കഴിയുമ്പോൾ അവർ തിരിച്ചു പോവുകയും ചെയ്യും. അതാണ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ. It is the periodic movement of animals from one place to another and back for breeding, feeding and shelter. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈഗ്രേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫിഷസ്, ബേർഡ്സ്, മാമൽസ്, ലോക്കസ്, സർട്ടൈൻ ക്രാബ്സ് എക്സെട്ര. ഇവരൊക്കെ എന്താണ്? മൈഗ്രേറ്ററി ആനിമൽസ് ആണ്. Among fishes, eel exhibit catadromous migration. They move from freshwater to sea thousands of miles away to lay eggs. അപ്പോൾ എന്താണ്? ഈൽ ഫിഷസ് ഒക്കെ എന്താണ്? ഒരുപാട് കിലോമീറ്ററുകൾ, തൗസൻഡ്സ് ഓഫ് മൈൽസ് താണ്ടിയാണ് എവിടെ വരുന്നത്? ഫ്രഷ് വാട്ടറിന് സീയിലേക്ക് വരും. എന്തിനു വേണ്ടി? മുട്ടയിടാൻ വേണ്ടി. ഈലെന്ന് പറയുന്ന ഫ്രഷ് വാട്ടറിൽ നിന്ന് ഇത്രയും ദൂരമൊക്കെ സഞ്ചരിച്ചാണ് എഗ്ഗ് ലേ ചെയ്യാനായിട്ട് ട്രാവൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ. ആഫ്റ്റർ സ്പോണിങ് ദ പേരൻസ് ആൻഡ് യങ് വൺസ് ആഫ്റ്റർ 3 years ഓഫ് ലാവർ ലൈഫ് ഇൻ ദ സീ ട്രാവൽ ടു ഫ്രഷ് വാട്ടർ. അതിനുശേഷം എന്താണ്? ഇവർ തിരിച്ച് ഫ്രഷ് വാട്ടറിലേക്ക് എല്ലാവരും കൂടെ തിരിച്ച് എത്തുകയും ചെയ്യും. അപ്പോൾ എന്താണ്? കുറച്ച് കാലയളവിലേക്ക് ഒരു പോപ്പുലേഷനിലേക്ക് ചെല്ലുന്നു. ആ ഒരു സമയം കഴിയുമ്പോൾ, ആ ഒരു സീസൺ കഴിയുമ്പോൾ അവർ തിരിച്ച് അവരുടെ ശരിക്കുള്ള ഹാബിറ്റാറ്റിലേക്ക് തിരിച്ചു വരുന്നു. അതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് എമിഗ്രേഷൻ. ഇറ്റ് ഈസ് ദ ഔട്ട്വേർഡ് മൈഗ്രേഷൻ. മറ്റൊരു സ്ഥലം, ഈ പോപ്പുലേഷൻ അകത്തു നിന്ന് പുറത്തോട്ട് പോകുന്നു. ഫ്രം എ പോപ്പുലേഷൻ, ഔട്ട്വേർഡ് മൈഗ്രേഷൻ ഫ്രം എ പോപ്പുലേഷൻ. ഇറ്റ് ഈസ് എ വൺ വേ മൈഗ്രേഷൻ ആൻഡ് ദ മൈഗ്രൻസ് നെവർ റിട്ടേൺ ടു ദ സ്റ്റാർട്ടിംഗ് പ്ലേസ്. അതെന്താണ്? ഒരു വൺ വേ മൈഗ്രേഷൻ ആണ്. അവർ തിരിച്ച് അവിടോട്ട് തന്നെ തിരിച്ച് വീണ്ടും വരത്തില്ല. കാരണം അവിടെ പോയി ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ മറ്റൊരു രാജ്യത്ത് പോയി അവിടെ സെറ്റിൽ ആവുന്ന ആൾക്കാർ, ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരായിരിക്കും അവിടെ മറ്റൊരു രാജ്യത്തേക്ക് പോയി അവിടെ സെറ്റിൽ ആവുന്നത്. അപ്പോൾ അവർക്ക് തിരിച്ച്
ആ പോപ്പുലേഷനിലേക്ക് അവർ വരാറ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എമിഗ്രേഷൻ എന്ന് പറയുന്നത്. എമിഗ്രേഷൻ ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ മെനി ഫാക്ടേഴ്സ് ഓഫ് വിച്ച് ഹൈ ഡെൻസിറ്റി ഓവർ പോപ്പുലേഷൻ ആൻഡ് സ്കാർസിറ്റി ഓഫ് ഫുഡ് ആർ സിഗ്നിഫിക്കൻറ്റ്. എന്ന് വെച്ചാൽ എമിഗ്രേഷൻ ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ മെനി ഫാക്ടേഴ്സ്, അതായത് ഇപ്പോൾ ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി കാരണം അല്ലെങ്കിൽ ഓവർ പോപ്പുലേഷൻ, സ്കാർസിറ്റി, ഫുഡിൻ്റെ സ്കാർസിറ്റി, ഇതൊക്കെ തന്നെ എമിഗ്രേഷന് കാരണമാകും. After some organism moves away from the population, the remaining population age distribution, birth rate and death rate are affected. After some organisms move away from the population, കുറേ ആൾക്കാർ എമിഗ്രേഷൻ വഴി പുറത്തേക്ക് പോവുകയാണ്. പോപ്പുലേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ദ റിമൈനിങ് പോപ്പുലേഷനെ എന്തായിട്ട് അഫക്റ്റ് ചെയ്യും? ഏജ് ഡിസ്ട്രിബ്യൂഷനെയും ബർത്ത് റേറ്റിനെയും ഡെത്ത് റേറ്റിനെയും എല്ലാം ഇത് അഫക്റ്റ് ചെയ്യും. അപ്പം അതാണ് ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞാൽ ഒരു അകത്തേക്കോ പുറത്തേക്കോ ഉള്ള ആൾക്കാരുടെ മൂവ്മെൻറ്റിനെയാണ്, ഇൻഡിവിജ്വൽസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. 3 തരത്തിലുണ്ട്. മൈഗ്രേഷനുണ്ട്, എമിഗ്രേഷനുണ്ട്, ഇമിഗ്രേഷനുണ്ട്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറച്ച് കാലയളവിലേക്ക് വന്നിട്ട് പിന്നെന്താ ആ ഒരു സീസൺ കഴിയുമ്പോൾ, ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ കഴിയുമ്പോഴത്തെ അവർ ആ ഒരു സീസൺ കഴിയുമ്പോഴത്തെ അവരങ്ങ് തിരിച്ചു പോകും. അതാണ് മൈഗ്രേഷൻ. എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടുള്ള ഔട്ട്വേർഡ് മൂവ്മെൻ്റ് ആണ്. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടുള്ള ഇൻവേർഡ് മൂവ്മെൻ്റ് ആണ്. പോപ്പുലേഷൻ അകത്തേക്ക് വരുന്നതാണ് ഇമിഗ്രേഷൻ, പുറത്തേക്ക് പോകുന്നതാണ് എമിഗ്രേഷൻ. Then dispersion എന്താണ്? Dispersion refers to the distribution of individuals within a population. ഒരു പോപ്പുലേഷനകത്ത് ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതാണ് ഡിസ്പേർഷൻ. അപ്പോൾ ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് ആൻഡ് ഇൻവേർഡ് മൂവ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആയിരുന്നു. പോപ്പുലേഷനകത്തേക്കും പുറത്തേക്കും ഉള്ള ഇൻഡിവിജ്വൽസിൻ്റെ മൂവ്മെൻ്റ് ആയിരുന്നു ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷനകത്ത് എങ്ങനെയാണ് ഇൻഡിവിജ്വൽസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് എന്നാണ് ഡിസ്പേർഷനകത്ത് പറയുന്നത്. The individuals are distributed in the population in 3 different patterns, namely uniform, lumped and random. അപ്പോൾ എങ്ങനെയാണ് ഇവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്? ഒന്ന് യൂണിഫോം ആയിട്ട്, അല്ലെങ്കിൽ ലംബ്ഡ്, പിന്നെ അല്ലെങ്കിൽ റാൻഡം. The individuals are distributed in the population in 3 different patterns, namely uniform, lumped and random. Uniformed, lumped, random. ഇങ്ങനെ 3 തരത്തിലാണ് ഈ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. പോപ്പുലേഷനകത്ത് ഇൻഡിവിജ്വൽസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. ഇൻ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ദ ഇൻഡിവിജ്വൽസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ പോപ്പുലേഷൻ. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അതിലെങ്ങനെയാണ്? ദ ഇൻഡിവിജ്വൽസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇൻഡിവിജ്വൽസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും പോപ്പുലേഷനകത്ത്. അങ്ങനെയുള്ളതിനെയാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെ പീപ്പിൾസ് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുമായിരിക്കും എല്ലായിടത്തും. ഇങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇൻ ക്ലംപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ദ ഇൻഡിവിജ്വൽസ് ആർ അഗ്രിഗേറ്റഡ് ഇൻ ടു ഗ്രൂപ്പ്. ഇപ്പം എങ്ങനെയാണ് ഈ ഓരോ ഇങ്ങനെ സൂചിപ്പിച്ചേക്കുന്ന എല്ലാ ഇൻഡിവിജ്വൽസിനെയാണ് ക്ലംപ്ഡിനകത്ത് വരുമ്പോൾ എങ്ങനെയാണ്? ഗ്രൂപ്പുകളായിട്ടാണ് പ്യൂപ്പിൾസിനെ കാണുക. അപ്പം ഇവിടെ ഒരു ഗ്രൂപ്പ് കാണും, പിന്നെന്താണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കാണും, പിന്നെ ഇവിടെ വേറൊരു ഗ്രൂപ്പ്, ഇതിനെയാണ് നമ്മൾ ക്ലംപ്ഡ് എന്ന് പറയുന്നത്. ഇതങ്ങനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇവിടെ ഗ്രൂപ്പുകളായിട്ടാണ് കാണപ്പെടുന്ന ഇൻഡിവിജ്വൽസ്. പിന്നെ ഒരു ടൈപ്പ് കൂടെ ഉണ്ട്, അതാണ് റാൻഡം ഡിസ്ട്രിബ്യൂഷൻ. ഇൻ റാൻഡം ഡിസ്ട്രിബ്യൂഷൻ ദി ഇൻഡിവിജ്വൽസ് ആർ ഇറഗുലർലി പ്ലേസ്ഡ്. ഒന്നെങ്കിൽ ഗ്രൂപ്പ്ഡ് ആയിരിക്കും, അതിനിടയ്ക്ക് ഇൻഡിവിജ്വൽസ് സെപ്പറേറ്റ് ആയിട്ട് കാണും. അങ്ങനെയൊക്കെ ഉള്ളതിനാണ് നമ്മൾ റാൻഡം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിഫോംലി ആവുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ്, 2 ഗ്രൂപ്പ്, 3 ഗ്രൂപ്പ്, ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ടായിരിക്കും ഇൻഡിവിജ്വൽസിനെ കാണുന്നത്. റാൻഡത്തിലാവുമ്പം ഗ്രൂപ്പും കാണും, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസും കാണും. ഇതിനെയാണ് നമ്മൾ റാൻഡം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇറഗുലർലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഇൻഡിവിജ്വൽസ്. ഇതെന്ന് പറഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ
ക്ലംബ്ഡ് മീൻസ് ഗ്രൂപ്പായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇറഗുലർ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റാൻഡം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. റാൻഡം എന്ന് പറഞ്ഞാൽ ഇറഗുലർ ആയിരിക്കും, ഗ്രൂപ്പായിട്ടുള്ളതായിരിക്കും. ക്ലംബ്ഡ് എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് എങ്ങനെയാണോ ഒരു പോപ്പുലേഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ ബേസിസ്, അതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. 3 തരത്തിലുണ്ട്, ഗ്രൂപ്പ്ഡ് ഉണ്ട്, ക്ലംബ്ഡ് ഉണ്ട്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഗ്രൂപ്പായിട്ടാണെങ്കിൽ അതിനെ നമ്മൾ ക്ലംബ്ഡ് എന്നും, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് യൂണിഫോം എന്നും, ഇറഗുലർലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ അതിനെ നമ്മൾ റാൻഡം ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയും. ദെൻ റെഗുലേഷൻ ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി. പോപ്പുലേഷൻ ഡെൻസിറ്റി റെഗുലേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ് ലിവിങ് ഇൻ ആൻ ഏരിയ ഈസ് കോൾഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി. നമ്മൾ ഡെൻസിറ്റിയെ കുറിച്ചിട്ട് പറഞ്ഞായിരുന്നല്ലേ. അപ്പോൾ എന്താണ്, ഒരു യൂണിറ്റ് ഏരിയയിൽ, ഒരു ഗിവൺ ടൈമിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം ഇൻഡിവിജ്വൽസ് താമസിക്കുന്നു അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി. D = n/a all divided by t എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചായിരുന്നു. The total number of individuals of a species living in an area, ഒരു ഏരിയയിൽ താമസിക്കുന്ന സ്പീഷീസിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോപ്പുലേഷൻ ഡെൻസിറ്റി. അല്ലെങ്കിൽ എന്താണ്, ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു യൂണിറ്റ് ടൈമിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദ പോപ്പുലേഷൻ ഗ്രോ ബൈ ദ റീപ്രൊഡക്ഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽസ്. ഇങ്ങനെ പോപ്പുലേഷൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, ഇൻഡിവിജ്വൽ റീപ്രൊഡക്ഷൻ്റെ റേറ്റ് അനുസരിച്ച് പോപ്പുലേഷൻ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ന്യൂ ഇൻഡിവിജ്വൽസ് ആഡഡ് ടു പോപ്പുലേഷൻ ബൈ ദ ബർത്ത് ഓഫ് ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽ ബർത്ത് നടക്കുന്നതനുസരിച്ച് ന്യൂ ആൾക്കാരെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ഓഫ് ആനിമൽസ് ഈസ് വെരി ഹൈ. ആനിമൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആണ്. A single neem tree produces thousands of seeds in a season. ഒരു സീസണിൽ തന്നെ സിംഗിൾ നീം ട്രീ എത്രയോ സീഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും, തൗസൻഡ്സ് ഓഫ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇഫ് ഓൾ ദ സീഡ്സ് ഗ്രോ ഇൻ ടു ട്രീസ്, 1 earth ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ഫോർ ദ നീം ട്രീ അലോൺ. എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു സീസണിൽ തന്നെ ഒരു നീം ട്രീ എത്രനെ പ്രൊഡ്യൂസ് ചെയ്യും, ഒരു സിംഗിൾ നീം ട്രീ 1000 ഓഫ് സീഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എത്രയോ നീം ട്രീകൾ അങ്ങനെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ആ സീഡ് എല്ലാം ഗ്രോ ചെയ്ത് പ്ലാന്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ഒരു എർത്ത് പോരായിരിക്കും, ഒരു നീം ട്രീക്ക് മാത്രം വളരാൻ നമ്മുടെ ഒരു എർത്ത് മതിയാവില്ല. Though the reproductive rate is high, the population density does not increases as expected. This is because the density is regulated. പക്ഷേ എന്താണ്, റീപ്രൊഡക്റ്റീവ് റേറ്റ് ഹൈ ആണെങ്കിലും നമ്മൾ പറഞ്ഞു ഇത്രയും സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നപ്പോൾ ഒരു സിംഗിൾ നീം ട്രീക്ക് അല്ലെങ്കിൽ ഒരു നീം ട്രീക്ക് പോലും നമ്മുടെ എർത്ത് തികയില്ല. അപ്പം അങ്ങനെയാണെങ്കിലും എന്താണ്, റീപ്രൊഡക്ഷൻ റേറ്റ് ഹൈ ആണ്, പക്ഷേ ഇതിനെയൊക്കെ എന്താണ് റെഗുലേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഡെൻസിറ്റി അതുപോലെ ഇൻക്രീസ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, ഇതിനെ റെഗുലേറ്റ് ചെയ്ത് നമ്മൾ എൻവിയോൺമെൻറ്റ് റെസിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നല്ലേ. ഇപ്പോൾ കുറേ ഗ്രോത്ത് വരുമ്പോഴത്തേക്ക് എൻവിയോൺമെൻറ്റ് തന്നെ പല കാരണങ്ങളാൽ അതിനെ റെസിസ്റ്റ് ചെയ്യും ഗ്രോത്തിനെ എന്ന് പറഞ്ഞു. അതുപോലെ പല മെത്തേഡ്സ് വഴി ഡെൻസിറ്റിയെ റെഗുലേറ്റ് ചെയ്ത്, റീപ്രൊഡക്റ്റീവ് റേറ്റ് ഹൈ ആണെങ്കിലും ഡെൻസിറ്റി അതുപോലെ കൂടുന്നില്ല. The population density is regulated by 2 factors. Population density regulate ചെയ്യുന്ന 2 factors ഉണ്ട്, namely density independent factors and density dependent factors. Density independent factors എന്താ, the extrinsic factors are density independent factors. Extrinsic പുറത്തു നിന്നുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സ് ആണ്. ദേ ആർ നോട്ട് കണക്റ്റഡ് വിത്ത് പോപ്പുലേഷൻ ഡെൻസിറ്റി. അവർ പോപ്പുലേഷൻ ഡെൻസിറ്റിയുമായിട്ട് കണക്റ്റഡ് ഒന്നുമല്ല. ദാറ്റ് ഈസ് ഫുഡ്, സ്പേസ്, ഷെൽട്ടർ, വെതർ എക്സെട്ര, ഇതൊക്കെയാണ് എക്സ്ട്രിൻസിക് ഫാക്ടർ. അപ്പോൾ എക്സ്ട്രിൻസിക് ഫാക്ടറാണ് ഡെൻസിറ്റി ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സ്. ഡെൻസിറ്റി ഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുവരെക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റിയുമായിട്ട് കണക്റ്റഡ് ഒന്നുമല്ല. അതിന് എക്സാമ്പിൾസ് ആണ് ഫുഡ്, സ്പേസ്, ഷെൽട്ടർ, വെതർ എക്സെട്ര. For example, all the seeds of a neem tree cannot take root. When there is no rain, they cannot sprout. Even after sprouting, the seedling dies when there is no moisture. എന്ന് വെച്ചാൽ എന്താണ്, all seeds of a neem tree cannot take root. എല്ലാം റൂട്ട് പിടിക്കുന്നില്ല. When there is no rain, they cannot sprout. അപ്പോൾ അഥവാ റൂട്ട് പിടിച്ചാലും അവർക്ക് തളിർക്കാൻ പറ്റത്തില്ല, എന്തില്ലെങ്കിൽ റെയിൻ ഇല്ലെങ്കിൽ. ഈവൻ ആഫ്റ്റർ സ്പ്രൗട്ട്, ഇനി അത് തളർത്തു വന്നാലും ദ സീഡ്ലിംഗ് ഡൈസ് വെൻ ദർ ഇസ് നോ മോയ്സ്ചർ. ആ സീഡ്ലിംഗ് എന്നാലും എന്താണ്, ഡൈ ചെയ്യും. എന്തുകൊണ്ട്, മോയ്സ്ചർ പ്രസൻസ് ഇല്ലെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്.
Density dependent factors. The density dependent factors are intrinsic factors. Intrinsic factors ആണ് density dependent factors എന്ന് പറഞ്ഞാൽ they arise within the population. ആ population അകത്ത് തന്നെ ഉണ്ടാവുന്ന factors ആണ് ഏതെന്ന് പറയുന്നത് density dependent factors അല്ലെങ്കിൽ intrinsic factors. They are connected with the population. Extrinsic ആവുമ്പോൾ അവർക്ക് populationുമായിട്ട് കണക്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ intrinsic factor എന്ന് പറയുമ്പോൾ populationുമായിട്ട് കണക്റ്റഡ് ആണ്. The density dependent factors include ഏതൊക്കെയാണ് വരുന്നത് കോമ്പറ്റീഷൻ ഉണ്ട്, പ്രഡേഷൻ ഉണ്ട്, എമിഗ്രേഷൻ ഉണ്ട്, പ്രൊഡക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഡിസീസ് എക്സെട്ര. ഇതൊക്കെ എന്താണ് ആ പോപ്പുലേഷൻ അകത്ത് തന്നെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഡെൻസിറ്റി റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ താമസിക്കുന്ന മൊത്തം ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ റീപ്രൊഡക്റ്റീവ് ഗ്രോത്ത് കൂടുന്നതനുസരിച്ച് പോപ്പുലേഷൻ സൈസ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ റീപ്രൊഡക്ഷൻ റേറ്റ് കൂടുതലാണെങ്കിലും ഡെൻസിറ്റി അത്രമാത്രം കൂടുന്നില്ല, ഒരു കൺട്രോളിലാണ് പോകുന്നത്. അതെന്തുകൊണ്ടാണ്? റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ് ഡെൻസിറ്റി ഡിപ്പെൻഡൻറ്റ് ഫാക്ടേഴ്സും ഉണ്ട്, ഡെൻസിറ്റി ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സും ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പുറത്തുനിന്നുള്ള എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ആണ്. അതായത് ഫുഡ്, ഷെൽട്ടർ അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ആണ് ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ഡിപ്പെൻഡൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ആണ്. അത് പോപ്പുലേഷൻ അകത്ത് തന്നെ ഉണ്ടാകുന്നത്. അതായത് ഡിസീസസ് വന്നു കഴിഞ്ഞാൽ പോപ്പുലേഷനകത്ത് ഡിസീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിൻ്റെ ഡെത്ത് സംഭവിക്കും. അപ്പോൾ തന്നെ മോർട്ടാലിറ്റി റേറ്റ് കൂടും. അതപ്പോൾ പോപ്പുലേഷനെ ബാധിക്കും. പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നതാണ്. അതുപോലെ തന്നെ പിന്നെന്താണ്? പ്രഡേഷൻ നടക്കാറുണ്ട്. ആ പോപ്പുലേഷനകത്ത് തന്നെ പ്രേ പ്രഡേറ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. പിന്നെ കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. ഇതൊക്കെ ഇതൊക്കെ നെഗറ്റീവായിട്ട് ആ പോപ്പുലേഷനെ അഫക്റ്റ് ചെയ്യും. ഫസ്റ്റ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഇസ് ദ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ദ ആനിമൽസ് ഫോർ എ കോമൺ റിസോഴ്സ്. ആനിമൽസിനിടയ്ക്ക് കോമൺ റിസോഴ്സിന് വേണ്ടിയുള്ള ഒരു മത്സരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ റിസോഴ്സിന് വേണ്ടിയുള്ള ആനിമൽസ് തമ്മിലുള്ള ഇറ്റ് ഇസ് എ ഇൻ്ററാക്ഷൻ. ഒരു ഇൻ്ററാക്ഷനാണ് ബിറ്റ്വീൻ ദ ആനിമൽസ് ഫോർ എ കോമൺ റിസോഴ്സ്. ഒരു കോമൺ റിസോഴ്സിന് വേണ്ടിയുള്ള ഇൻ്ററാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി സ്പേസ്, ഫുഡ് ഓർ മെയ്റ്റ്. ഒന്നെങ്കിൽ അത് സ്പേസിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഫുഡിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ മെയ്റ്റ് ഇണകൾക്ക് വേണ്ടിയായിരിക്കാം എന്ത് നടക്കുന്നത്? ഈ കോമ്പറ്റീഷൻ നടക്കുന്നത്. അവർ സ്പേസിന് വേണ്ടി ഒരിടത്ത് താമസിക്കുന്ന ഒരു സ്പേസിന് വേണ്ടി വഴക്കിടാം, ഫുഡ് തികയാതെ വരാം. അപ്പോൾ അവർക്കിടയിൽ കോമ്പറ്റീഷൻ ജനറേറ്റ് ചെയ്യും. ദ കോമ്പറ്റീഷൻ മേ ബി ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ ഓർ ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. ഇറ്റ് മേ ബി ഇൻട്രാ സ്പെസിഫിക്. ഇൻട്രാ സ്പെസിഫിക് മീൻസ് ഒരു സ്പീഷീസിനകത്ത് തന്നെ ഈ കോമ്പറ്റീഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് മറ്റ് പല സ്പീഷീസിനും ഇടയ്ക്കും ഈ കോമ്പറ്റീഷൻ ഉണ്ടാവാം. ദാറ്റ് ഈസ് ഇൻ്റർ സ്പെസിഫിക്. ഒരേ സ്പീഷീസിനകത്താണെങ്കിൽ അതിന് ഇൻട്രാ സ്പെസിഫിക് എന്ന് പറയും. രണ്ട് സ്പീഷീസുകൾക്കിടയിലാണെങ്കിൽ അതിനെ ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് പറയും. അപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ആനിമൽസ് ഫോർ എ കോമൺ സോഴ്സ്. ഒരു കോമൺ റിസോഴ്സിന് വേണ്ടിയുള്ള ആനിമൽസ് തമ്മിലുള്ള ആ ഒരു ഇൻ്ററാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അത് ഇൻട്രാ സ്പെസിഫിക് റീസൺസ് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇൻ്റർ സ്പെസിഫിക് റീസൺസ് കൊണ്ടാവാം. ഒരു സ്പീഷീസിനകത്ത് തന്നെ ആവാം, അല്ലെങ്കിൽ മറ്റ് രണ്ട് സ്പീഷീസുകൾ അല്ലെങ്കിൽ സ്പീഷീസുകൾ തമ്മിലാവാം. In intraspecific competition, the members of a species compete with each other. The dogs in a campus compete with each other for food and meat. Dogs, intraspecific means ഒരു സ്പീഷീസ്, ഡോഗ് എന്ന് പറയുന്ന ആ സ്പീഷീസിന് ഇടയ്ക്ക് നടക്കുന്നതാണ്. എന്തിനു വേണ്ടി? ഫുഡിന് വേണ്ടി, മീറ്റിന് വേണ്ടിയൊക്കെ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവാം. When a piece of flesh or bone is thrown, all the dogs fight and only one succeeds. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനു വേണ്ടി അവർ മത്സരിക്കും. ഏതെങ്കിലും ഒരെണ്ണത്തിന് കിട്ടും. അത് the strong and aggressive dog gets it, the weak one starve and die. In interspecific competition, the intra means ഒരു സ്പീഷീസിനകത്തുള്ളത്, inter between the species. അതാണ് ഇന്റർ എന്ന് പറഞ്ഞാൽ between the species. ഇൻട്രാ എന്ന് വെച്ചാൽ inside the species. അതോർത്തേക്ക്. ഇന്റർ സ്പെസിഫിക്, that is the between the species. The members of different species fight. The ants compete with the man in stealing the stored grains. അതൊക്കെ എന്താണ്? ഇന്റർ സ്പെസിഫിക്. രണ്ട് സ്പീഷീസുകൾക്ക് അല്ലെങ്കിൽ ബിറ്റ്വീൻ സ്പീഷീസ് ആണ് ഇന്റർ എന്ന് പറഞ്ഞാൽ. ഇൻട്രാ എന്ന് വെച്ചാൽ വിത്തിൻ ദ സ്പീഷീസ് എന്നാണ് പറയുന്നത്. Then predation. It is the killing of one animal by another animal for food. Predation എന്ന് പറഞ്ഞാൽ ഒരു ആനിമൽ മറ്റൊരു ആനിമലിനെ ഫുഡിന് വേണ്ടി കൊല്ലുക. അതിനെയാണ് നമ്മൾ predation എന്ന് പറയുന്നത്. കൊല്ലുന്ന ആളെ
predator എന്നും ചാവുന്ന ആളെ എന്തെന്ന് പറയും? ഡൈ ചെയ്യുന്ന ആളെ നമ്മൾ എന്തെന്ന് പറയും? പ്രേ എന്ന്. അപ്പോൾ പ്രേയെ predator കൊല്ലും. അതാണ് റിലേഷൻസ് എന്ന് പറയുന്നത്. predation is the killing of one animal and by another animal. ഒരു ആനിമൽ മറ്റൊരു ആനിമലെ കൊല്ലുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? predation എന്ന് പറയുന്നത്. the animal which kills another animal. മറ്റേ ആനിമലിനെ കൊല്ലുന്ന ആനിമലിനെ നമ്മൾ എന്തെന്ന് പറയും? predator. the animal killed. ആ കൊന്ന ആനിമൽ അല്ലെങ്കിൽ ചത്തുപോയ ആനിമലിനെ നമ്മൾ prey എന്ന് പറയും. then emigration. Emigration is the outward migration of individuals from a population. This reduces the increase of population density. അപ്പോൾ population emigration ഒരു ഫാക്ടറാണ് population density affect ചെയ്യുന്നത്. It is the outward migration of individuals from a population. ഒരു പോപ്പുലേഷനിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അതാണ് നമ്മൾ emigration പറഞ്ഞു. This reduces the increase in population density. അത് population densityയുടെ ഇൻക്രീസിനെ കുറയ്ക്കുന്നു. അതും എന്താണ്? ഒരു റെഗുലേറ്റിംഗ് ഫാക്ടർ ആണ്. അപ്പോൾ റെഗുലേഷൻ ഫാക്ടറാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും റീപ്രൊഡക്റ്റീവ് റേറ്റ് കൂടിയാലും പോപ്പുലേഷൻ ഡെൻസിറ്റി റെഗുലേറ്റഡ് ആയിരിക്കും. എങ്ങനെ? അതിന് രണ്ട് ഇൻ്റർ സ്പെസിഫിക് റെഗുലേഷനും ഉണ്ട്, ഇൻട്രാ സ്പെസിഫിക് റെഗുലേഷനും ഉണ്ട്. ഇൻട്രാ സ്പെസിഫിക്കിനകത്തിലാണ് അതുപോലെ അതിനകത്ത് വരുന്നതാണ് ഇൻ്റർ സ്പെസിഫിക്കകത്ത് വരുമ്പോൾ ഇൻ്റർ സ്പെസിഫിക്കും ഉണ്ട്, ഇൻട്രാ സ്പെസിഫിക്കും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രാ എന്ന് പറയുമ്പോൾ എന്താണ്? വിത്തിൻ ദ സ്പീഷ്യസ് ആണ്. ഇൻ്റർ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ ദ സ്പീഷ്യസ് ആണ്. അത് ഇൻട്രിൻസിക് ഫാക്ടേഴ്സും കൊണ്ട് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സും കൊണ്ടും ആ റെഗുലേഷൻസ് നടക്കാം. ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ ആ ഒരു പോപ്പുലേഷൻ്റെ ഇൻട്രിൻസിക് എന്ന് പറയുമ്പോൾ ഒരു പോപ്പുലേഷനകത്ത് തന്നെ ഉണ്ടാകുന്നു. ഒന്നെങ്കിൽ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പ്രഡേഷൻ അല്ലെങ്കിൽ ഡിസീസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് ഫാക്ടേഴ്സാണ്. എക്സ്ട്രിൻസിക് മീൻസ് ഫുഡ്, അങ്ങനെ ഷെൽട്ടർ, അങ്ങനെയൊക്കെയുള്ളതാണ് എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താണ്? ആ ഇൻട്രിൻസിക് ഫാക്ടേഴ്സിനകത്ത് തന്നെ വരുന്നതാണ് ഇൻട്രാ സ്പെസിഫിക്കും ഇൻ്റർ സ്പെസിഫിക്കും. ആ പോപ്പുലേഷനകത്ത് തന്നെ വരുന്ന കാര്യങ്ങളാണ്. ദെൻ എമിഗ്രേഷനും അതുപോലെയാണ്. ഔട്ട്വേർഡ് മൂവ്മെൻ്റ് ആണ്. ഒരു പോപ്പുലേഷനകത്ത് നിന്ന് കുറേ ആൾക്കാർ പുറത്തോട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. Then reproductivity. When the density increases, the reproductive ability decreases. A density increase ചെയ്യുന്നതിനനുസരിച്ച് reproductive ability decrease ചെയ്യും. Disease reduce the population density by killing the individuals. ഇപ്പോൾ ഡിസീസ് ഉണ്ടാകുന്ന എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റിയെ റെഗുലേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ എന്താണ്? കുറേ ഇതിനെ കൊന്നുകളെ, അങ്ങനെ ഡിസീസ് വന്നു കഴിഞ്ഞാൽ കുറേ എണ്ണം ചത്തൊടുങ്ങും. അങ്ങനെ എന്താണ്? ആ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പോപ്പുലേഷൻ ഇൻ്ററാക്ഷൻ. The individuals of a population interact in various ways. ഡിഫറെൻറ്റ് വേയ്സിലാണ് ഈ പോപ്പുലേഷൻ ഇൻ്ററാക്ട് ചെയ്യുന്നത്. ദി ഇൻ്ററാക്ഷൻ മേ ബി ഇൻ്ററാ സ്പെസിഫിക് ഓർ ഇൻ്റർ സ്പെസിഫിക്. ദാറ്റ് ഈസ് ഇൻ്ററാക്ഷൻ വിത്തിൻ ദ മെമ്പേഴ്സ് ഓഫ് എ സ്പീഷ്യസ്. നമ്മൾ പറഞ്ഞു ഇൻട്രാ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തിൻ ദ സ്പീഷ്യസ്, ഒരു സ്പീഷ്യസിനകത്ത് നടക്കുന്നതാണ് ഇൻട്രാ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ. ഇൻ്റർ സ്പെസിഫിക് എന്ന് വെച്ചാൽ ബിറ്റ്വീൻ ദ സ്പീഷ്യസ് ആണ്. ദ ഇൻ്ററാക്ഷൻസ് ഇൻക്ലൂഡ് ഏതൊക്കെയാണ്? ന്യൂട്രലിസം വരുന്നുണ്ട്, കോമ്പറ്റീഷൻ വരുന്നുണ്ട്, പ്രഡേഷനുണ്ട്, പാരസിറ്റിസം ഉണ്ട്, അതുപോലെ തന്നെ കമൻസാലിസം ഉണ്ട്. ഇത്രയും റിലേഷൻ, അതുപോലെ മ്യൂച്വലിസം, ഇങ്ങനെ 6 റിലേഷൻസാണ് എന്തിനകത്ത് വരുന്നത്? ഈ പോപ്പുലേഷൻ ഇൻ്ററാക്ഷൻസിനകത്ത് വരുന്നത്. അപ്പോൾ പോപ്പുലേഷൻ ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോപ്പുലേഷനകത്തിലുള്ള ഇൻഡിവിജ്വൽസ് ഇൻ്ററാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. ആ ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രാ സ്പെസിഫിക് ഇൻ്ററാക്ഷൻസ് വരാം, അല്ലെങ്കിൽ ഇൻ്റർ സ്പെസിഫിക്. ഇൻട്രാ മീൻസ് വിത്തിൻ ദ സ്പീഷ്യസ് ആൻഡ് ഇൻ്റർ മീൻസ് ബിറ്റ്വീൻ ദ സ്പീഷ്യസ്. ദ ഇൻ്ററാക്ഷൻസ് ഇൻക്ലൂഡ്, അതിനകത്ത് 6 ഉള്ള ഇൻ്ററാക്ഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ന്യൂട്രലിസം വരുന്നുണ്ട്, കോമ്പറ്റീഷൻ വരുന്നുണ്ട്, പ്രഡേഷൻ ഉണ്ട്, പാരസിറ്റിസം ഉണ്ട്, കമൻസാലിസം ഉണ്ട്, മ്യൂച്വലിസം ഉണ്ട്. ഇൻ ന്യൂട്രലിസം നൺ ഓഫ് ദി പാർട്ട്ണർ ഈസ് അഫക്റ്റഡ്. ന്യൂട്രലിസം ആണെങ്കിൽ എന്താണ്? ഒരു പാർട്ട്ണറിനെയും അഫക്റ്റ് ചെയ്യത്തില്ല. അവരിൽ ന്യൂട്രലിസം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻ്ററാക്ഷൻ ആണെങ്കിൽ 2 പാർട്ട്ണർക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ദെൻ കോമ്പറ്റീഷൻസ് ആണെങ്കിൽ ബോത്ത് ദ പാർട്ട്നേഴ്സ് ആർ ഇൻഹിബിറ്റഡ്. 2 പേരെയും ഇൻഹിബിറ്റ് ചെയ്യും. എക്സാമ്പിൾ പാരമേസിയനൊരു എക്സാമ്പിൾ. അപ്പോൾ ന്യൂട്രലിസം ആണെങ്കിൽ 2 പേരെ അഫക്റ്റ് ചെയ്യത്തില്ല. കോമ്പറ്റീഷൻ ആണെങ്കിൽ 2 പാർട്ട്നേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇൻ പ്രഡേഷൻ ആണെങ്കിലോ പ്രഡേറ്റർ ഈസ് ബെനിഫിറ്റഡ് ആൻഡ് ദ പ്രേ ഈസ് ഹാംഡ്. ഒരാൾക്ക് ബെനിഫിഷ്യൽ ആണ്, ഒരാൾക്ക് ഹാംഫുൾ ആണ്. അപ്പോൾ ന്യൂട്രലിസം, കോമ്പറ്റീഷൻ. ന്യൂട്രലിസം എന്ന് വെച്ചാൽ 2 പേർക്കും പ്രശ്നമില്ല, കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ 2 പേർക്കും ഹാംഫുൾ ആണ്. പ്രഡേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരാൾക്ക് ബെനിഫിഷ്യൽ ആണ്, ഒരാൾക്ക് ബെനിഫിഷ്യലും ഒരാളെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. പ്രേയ്ക്ക്
പ്രേ കില്ല് ചെയ്യപ്പെടും, പ്രെഡേറ്റർക്ക് അത് ബെനിഫിഷ്യലാണ്. Lion and deer relationship. Lion is the predator and deer is the prey. In parasitism, the parasite is benefited and the host is harmed. ഒരാൾക്ക് ബെനിഫിഷ്യൽ, ഒരാൾക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഇതാണ് പ്രഡേഷനും പാരസിറ്റിസും. പ്രഡേഷൻ എന്ന് വെച്ചാൽ പ്രേക്ക് ഹാംഫുൾ ആണ്, പ്രെഡേറ്റർക്ക് ബെനിഫിഷ്യൽ ആണ്. പാരസിറ്റിസത്തിൽ അതുപോലെ പാരസൈറ്റിന് ബെനിഫിഷ്യൽ ആണ്, പക്ഷേ ഹോസ്റ്റിന് ഹാംഫുൾ ആണ്. ന്യൂട്രലിസം എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും അഫക്റ്റ് ചെയ്യുന്നില്ല. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ രണ്ടു പേരെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. In commensalism, one partner is benefited and the other partner is neither harmed nor benefited. Commensalismത്തിലോ ഒരു പാർട്ട്ണർക്ക് ബെനിഫിറ്റ് ഉണ്ട്, എന്നാൽ ഒരു പാർട്ട്ണർക്ക് ബെനിഫിറ്റും ഇല്ല, ഹാംഫുൾ എഫക്റ്റും ഇല്ല. അതിനെയാണ് നമ്മൾ കമൻസാലിസം എന്ന് പറയുന്നത്. ഷാർക്കും സക്കർ ഫിഷും എന്നൊക്കെ, അതുപോലെ തന്നെ ഹെർമിറ്റ് ക്രാബും സീ അനിമോൺ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിളാണ്? കമൻസാലിസത്തിന് എക്സാമ്പിൾ. എക്സാമ്പിൾസ് നോക്കുക, ഏത് റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കുക, അതിൻ്റെ എക്സാമ്പിൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഷാർക്കും സക്കർ ഫിഷും എന്ന് പറഞ്ഞാൽ കമൻസാലിസത്തിൽ, അതുപോലെ തന്നെ ഹെർമിറ്റ് ക്രാബും സീ അനിമോണും തമ്മിലുള്ള റിലേഷൻഷിപ്പും എന്താണ്? കമൻസാലിസം ആണ്. ഇൻ മ്യൂച്വലിസം ബോത്ത് പാർട്ട്നേഴ്സ് ആർ ബെനിഫിറ്റഡ്. മ്യൂച്വലിസത്തിൽ വരുമ്പോഴോ രണ്ട് പാർട്ട്നേഴ്സിനും ബെനിഫിഷ്യൽ ആണ്. മ്യൂച്വലിസത്തിലാണ് ഹെർമിറ്റ് ക്രാബും സീ അനിമോണും വരുന്നത്. അപ്പോൾ രണ്ട് പാർട്ട്ണർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഏതെന്ന് പറയുന്നത്? മ്യൂച്വലിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും റിലേഷൻഷിപ്പ് പഠിച്ചു. ന്യൂട്രലിസത്തിൽ എന്താണ്? രണ്ടു പേർക്കും ഹാംഫുള്ളും ഇല്ല, ബെനിഫിഷ്യലും ഇല്ല, രണ്ടുപേരെ അഫക്റ്റ് ചെയ്യത്തില്ല. ന്യൂട്രലിസത്തിൽ രണ്ട് പാർട്ട്നേഴ്സ് കാണും, പക്ഷെ രണ്ട് പാർട്ട്നേഴ്സിനെ അഫക്റ്റ് ചെയ്യത്തില്ല. അതുപോലെ തന്നെയാണ് കോമ്പറ്റീഷനകത്തിൽ എങ്ങനെ? ന്യൂട്രലിസം എന്ന് പറയുമ്പോൾ ന്യൂട്രലാണ്, രണ്ടു പേർക്കും എഫക്റ്റ് ഇല്ല. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ രണ്ടു പേർക്കും ഹാംഫുൾ ആണ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ. പിന്നെ പ്രെഡേറ്റർ റിലേഷൻ, ദാറ്റ് ഈസ് പ്രെഡേഷൻ ആൻഡ് പാരസിറ്റിസം. ഇതെന്ന് വെച്ചാൽ ഒരു പാർട്ട്ണർക്ക് ബെനിഫിഷ്യൽ ആണ്, ഒരു പാർട്ട്ണർക്ക് ഹാംഫുൾ ആണ്. ദാറ്റ് ഈസ് പ്രെഡേറ്ററിന് ബെനിഫിഷ്യൽ ആണ്, പ്രേക്ക് ഹാംഫുൾ ആണ്. അതുപോലെ പാരസൈറ്റിന് ബെനിഫിഷ്യൽ ആണ്, ഹോസ്റ്റിന് ഹാംഫുൾ എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ദെൻ കമൻസാലിസം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ബെനിഫിഷ്യൽ ആണ്, ഒരാൾക്ക് ബെനിഫിഷ്യലും ഇല്ല, ഹാംഫുൾനെസ്സും ഇല്ല. ദാറ്റ് ഈസ് കമൻസാലിസം. അത് എന്താണ്? ഷാർക്കും സക്കർ ഫിഷും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്. ദെൻ മ്യൂച്വലിസത്തിൽ എന്താണ്? രണ്ട് പാർട്ട്നേഴ്സിനും ബെനിഫിഷ്യൽ ആണ്. അത് സീ അനിമോൺ, ഹെർമിറ്റ് ക്രാബൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ ഇക്കോളജി ആണ് പഠിച്ചത്. പോപ്പുലേഷൻ എന്താണെന്ന് പറഞ്ഞു, ഒരേ സെയിം സ്പീഷീസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ക്യാരക്ടേഴ്സ്, ദാറ്റ് ഈസ് നേറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഡെൻസിറ്റി, അതുപോലെ പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ, ഏജ് ഡിസ്ട്രിബ്യൂഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി, അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, പിന്നെ കുറേ പോപ്പുലേഷൻ ഇൻ്ററാക്ഷൻസ്, ഇങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ്, അതുപോലെ പോപ്പുലേഷൻ ഡൈനാമിക്സിലായിട്ട് വരുന്ന സൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പോപ്പുലേഷൻ ഇക്കോളജി എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ പോപ്പുലേഷൻ്റെ എല്ലാം കൂടെ ഒരു കൂട്ടം. നമ്മൾ പറഞ്ഞു സെയിം സ്പീഷീസിൻ്റെ കൂട്ടത്തിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന ഡിഫറെൻറ്റ് പോപ്പുലേഷൻസ്, കുറേ സ്പീഷീസുകൾ വരുന്നിട്ട് കുറേ പോപ്പുലേഷനിൽ, അങ്ങനെയുള്ള കുറേ പോപ്പുലേഷനുകൾ ചേർന്നിട്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കമ്മ്യൂണിറ്റി ഇക്കോളജിയെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.